ഇന്നത്തെ ഒരു ദിവസം തൊട്ട് ഞാൻ ഒരു 100 ഡേ ചലഞ്ച് എടുക്കാൻ പോവാണ്. അതായത് ഞാൻ ഈ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹെൽത്ത് ഒന്നും അത്ര ശ്രദ്ധിക്കുന്ന ഒരാളൊന്നുമല്ല. അതായത് ഫുഡ് കഴിക്കും, എന്നാൽ നമ്മൾ വ്യായാമമായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യത്തില്ല, വർക്കൗട്ടൊന്നും ചെയ്യത്തില്ല, നടക്കാറില്ല. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഞാൻ സെക്കൻഡ് ഫ്ലോറിലോട്ട് ലിഫ്റ്റിൽ പോകാണ്ട് സ്റ്റെപ്പ് കയറി പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് കിതച്ചു. അവിടെ ചെന്നിട്ട് അവർ എന്ത് ഡ്രസ്സാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഞാൻ കിതച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് തോന്നി നമ്മൾ ഫിറ്റല്ല, ഫിസിക്കലി ഫിറ്റല്ല, നടക്കണം. പോരാത്തതിന് ഓവർ വെയിറ്റ് ആയിട്ട് കാല് വേദന, ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി സമയമായി നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള ടൈം നമുക്കായി എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എനിക്കെപ്പോഴും നടക്കാനൊക്കെ പോകുന്ന സമയത്ത് ആദ്യത്തെ 2 ദിവസം പോകും. 3-ാമത്തെ ദിവസം എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയും, എന്തിനാ, നമ്മൾ കിടന്നുറങ്ങാനല്ലേ നമ്മൾ ജീവിക്കുന്നത്, സുഖമായിട്ട് കിടന്നുറങ്ങണം, വെളുപ്പിനെ നമ്മൾ കിടന്നുറങ്ങണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു മെൻറ്റാലിറ്റി. പക്ഷെ ഡെയിലി നമ്മൾ വ്ളോഗ് ചെയ്യുവാണെങ്കിൽ, അതായത് 100 ഡേ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മളൊരു വ്ളോഗായിട്ട് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അതൊരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ 100 ഡേ, അതായത് എല്ലാ ദിവസവും നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടെങ്കിലും നമ്മൾ മേലനങ്ങി നമ്മൾ എക്സസൈസ് ചെയ്യാനും ഒക്കെ നമ്മുടെ മനസ്സ് അതിനുവേണ്ടി വില്ലിങ് ആവും. അപ്പോൾ ആ ഒരു പർപ്പസാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചലഞ്ചിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു 10-15 ദിവസം ഞാൻ അതിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ നടക്കാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ പോയി തുടങ്ങിയാൽ പിന്നെ അത് അങ്ങോട്ട് ഓടിക്കോളും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനി വീഡിയോ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സറിഞ്ഞ് ഇറങ്ങിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നാളെ രാവിലെ തൊട്ട് നാളെ രാവിലെ തൊട്ട് ഈ ഒരു 100 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഇത് എനിക്ക്, അതായത് നാളെ, അതായത് എൻ്റെ ഫസ്റ്റാണ് ഞാൻ ക്യാമറ നോക്കിയിട്ടൊരു വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പൊന്നും ഞാൻ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുകയോ അതിനുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്നാണ് എനിക്കിങ്ങനൊരു ധൈര്യം. എൻ്റെ ഫുഡ് ബ്ലോഗിൻ്റെ വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഇന്നേ വരെ ക്യാമറ ഫേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഓടി നടന്ന് ഓരോ സ്ഥലത്ത് പോയി വീഡിയോ എടുക്കും. വീഡിയോ എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വോയിസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് എല്ലാം മാറി ഒരു പുതിയൊരു തുടക്കം ആകേണ്ട ഒരു ടൈമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചലഞ്ചിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങളും എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് നടക്കാൻ പോകാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഞാനത് സ്റ്റോറി ഇട്ട് ഒരു 10 വരെ കാണിക്കും. ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്താലും ഞാൻ സ്റ്റോറി ഇട്ട് 10 വരെ കാണിക്കും. അതാണ് എനിക്കൊരു ഇഷ്ടമുള്ളൊരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നേ വരെ മനസ്സുകൊണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. ഈ ഒരു മാർഗത്തിൽ കൂടെ ഇട്ടാണെങ്കിൽ ഞാൻ അത് സ്ഥിരമായിട്ട് ചെയ്യുമെന്ന് റിയലൈസ് ചെയ്തിട്ട് ഞാനത് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 5-6 മാസം മുന്നേ ഞാൻ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ 85 കിലോ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ എത്രയാണ് എന്നുള്ളത് എനിക്ക് വെയിറ്റ് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ നാളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതായത് വെയിറ്റ് നോക്കിയിട്ട് അതും കൂടെ നമ്മൾ, അതായത് എൻ്റെ അപ്പോഴത്തെ വെയിറ്റും ഇനി നമ്മൾ 100 ഡേ കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യും നാളെ. അപ്പോൾ ചലഞ്ചിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ വീഡിയോയുടെ കൂടെ കൊടുക്കും.